ഹലോ എവരിവൺ, സഹകാരി റേസ് പ്ലസിൻ്റെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ടീരിയയുടെ സ്ട്രക്ചറും ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ബാക്ടീരിയയുടെ സ്ട്രക്ചർ, എന്താണ്, അങ്ങനെ നമുക്കത് ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന ആനിമൽ കിങ്ഡം ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, +1 +2 ക്ലാസ്സിലൊക്കെ. അപ്പോൾ ഈ കിങ്ഡം പ്രോട്ടിസ്റ്റേനെ തന്നെ നമ്മൾ അതിൻ്റെ സെല്ലിൻ്റെ ഓർഗനൈസേഷൻ്റെ ബേസിസിൽ നമ്മൾ അതിന് യൂകാരിയോട്ട് എന്ന് പറയും. യൂകാരിയോട്ടുമുണ്ട്, പ്രോകാരിയോട്ടുമുണ്ട് അല്ലേ. ഈ പ്രോകാരിയോട്ടിൽ പെട്ടതാണ് നമ്മുടെ ബാക്ടീരിയയൊക്കെ നമ്മുടെ പ്രോകാരിയോട്ടിൽ പെട്ടതാണെന്നറിയാം ആണല്ലോ. അപ്പോൾ പ്രോകാരിയോട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് സിമ്പിളായിട്ടായിരിക്കും, ജനറ്റിക് സ്ട്രക്ചർ എല്ലാം സിമ്പിളാണ്, എൻസൈംസ് സിമ്പിളാണ്. അത് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈനറി ഫിഷൻ വഴിയാണ്. അവിടെ മൈറ്റോസിസ് തോന്നുന്ന വലിയ പ്രോസസ്സൊക്കെ യൂകാരിയോട്ടിലാണ് നടക്കുക. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോകാരിയോട്ടിൽ ന്യൂക്ലിയസ് ഒന്നുമില്ല, മെംബ്രെയിനുള്ള ഓർഗനൽസ് ഒന്നുമില്ല. അവിടെ ഡിവിഷൻ നടക്കുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാ അല്ലേ. അപ്പോൾ ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? പ്രോകാരിയോട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലാണ് വരുന്നത് അല്ലേ. ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? പ്രോകാരിയോട്ടാണ്. അപ്പോൾ പ്രോകാരിയോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സിമ്പിൾ ജനറ്റിക് സ്ട്രക്ചർ ആണ്, സിമ്പിൾ എൻസൈംസ് ആണ്. അവിടെ ഡിവിഷൻ നടക്കുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. ന്യൂക്ലിയസ് ഒന്നും ഉണ്ടാവില്ല. മെംബ്രെയിനുള്ള ഓർഗനൽസ്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും കാണുന്നില്ല, അതിലുണ്ടാവില്ല അല്ലേ. അപ്പോൾ ബാക്ടീരിയ എന്തിലാണ് പെടുന്നത്? പ്രോകാരിയോട്ടിലാണ്. നമുക്ക് പ്രോകാരിയോട്ടുമുണ്ട്, യൂകാരിയോട്ടുമുണ്ട്. അതിൽ ഈ പ്രോകാരിയോട്ടിൽ പെടുന്ന ആളാണ് ആരാണ്? നമ്മുടെ ഈ ബാക്ടീരിയ എന്ന് പറയുന്നത് ഈ പ്രോകാരിയോട്ടിൽ പെടുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ യൂകാരിയോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. അവിടെ ഡിവിഷൻ നടക്കുന്നത് മൈറ്റോസിസ് വഴിയൊക്കെയാണ്. പ്രോകാരിയോട്ടിൽ എങ്ങനെയാണ്? ബൈനറി ഫിഷൻ വഴിയാണ്. നോ ന്യൂക്ലിയസ്, നോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, ഒരു സിംഗിൾ സെല്ലായിരിക്കും. ഉള്ളിലെ സ്ട്രക്ചർ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അവിടെ ഒരു സിംഗിൾ ലൂപ്പ് DNA ആയിരിക്കും ഉള്ളത്. അതെങ്ങനെ? ട്വിസ്റ്റഡ് ത്രെഡ് ലൈക്ക് മാസ് ആയിട്ട് ന്യൂക്ലിയോയിഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്തെല്ലാം പറഞ്ഞു? നമ്മൾ പ്രോകാരിയോട്ടിൽ പെടുന്നതാണ് ഈ ബാക്ടീരിയ. പക്ഷേ യൂകാരിയോട്ട് എന്ന് പറയുന്നത് ഫംഗയും പ്രൊട്ടസോവയൊക്കെ അവർ കുറച്ചുകൂടെ കോംപ്ലക്സ് സ്ട്രക്ചർ ഒക്കെയാണ്. അവിടെ മൈറ്റോസിസ് വഴിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ബൈനറി ഫിഷൻ വഴിയാണ്. ഇവിടെ എത്ര സെല്ലാണ് ഉള്ളത്? ഒരു സിംഗിൾ സെല്ലായിരിക്കും ഉള്ളത് അല്ലേ. ഒരു സിംഗിൾ സെല്ലാണ്. ന്യൂക്ലിയസ് ഇല്ല, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ല. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ന്യൂക്ലിയോയിഡ് ഉണ്ട്. എന്താണ് ഈ ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ലൂപ്പ് ഓഫ് DNA ആയിരിക്കും. അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ത്രെഡ് ലൈക്ക് മാസായിട്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് നമ്മുടെ ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ആയിട്ടുള്ള DNA ലൂപ്പ്. ഓക്കെ ആണോ? അപ്പം നമ്മുടെ പ്രോകാരിയോട്സും ഉണ്ട്, യൂകാരിയോട്സും ഉണ്ട്. അപ്പോൾ പ്രോകാരിയോട്ട് എന്ന് പറയുന്നതിൽ പെടുന്ന ബാക്ടീരിയ, ഈ പ്രോകാരിയോട്ട് ബാക്ടീരിയ എന്താണ്? സിംഗിൾ സെല്ലുള്ള ഒരു സിമ്പിൾ ഇന്റേണൽ സ്ട്രക്ചർ ഉള്ള ഡിവിഷൻ ബൈനറി ഫിഷൻ വഴി അവിടെയുള്ള ജനറ്റിക് സ്ട്രക്ചറും സിമ്പിൾ ആണ്. എന്താണുള്ളത്? ഒരു സിംഗിൾ DNA ലൂപ്പ്, ഒരു സിംഗിൾ DNA ലൂപ്പ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഒരു ത്രെഡ് മാസ് പോലെ ഇരിക്കും, ത്രെഡ് ലൈക്ക് മാസ് ആയിട്ടിരിക്കും. അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കുന്നു ആണല്ലോ. ഇനി ചില ന്യൂക്ലിയോയിഡ് എന്നാണ് വിളിക്കുന്നത്. ചില ബാക്ടീരിയയിലാണെങ്കിൽ വേറൊരു എക്സ്ട്രാ സർക്കിൾ ജനറ്റിക് മെറ്റീരിയലും കൂടെ ഉണ്ട്, വേറൊരു എക്സ്ട്രാ സെറ്റ് ജനറ്റിക് മെറ്റീരിയലും കൂടെ ഉണ്ട്. അതിനെ നമ്മൾ എന്താ പറയുക? പ്ലാസ്മിഡ് എന്ന് പറയുന്നു. ഓക്കെ, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്ലാസ്മിഡ്. അതിനെ നമ്മൾ പ്ലാസ്മിഡ് എന്നാണ് പറയുന്നത്. ദാറ്റ് മേക്സ് എ ബാക്ടീരിയം റെസിസ്റ്റൻറ്റ് ടു അപ്പോൾ ഈ പ്ലാസ്മിഡ് ഉള്ളത് കാരണം ചില ബാക്ടീരിയയിലെ ചില ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻ്റ് ആവും. അപ്പോൾ പ്ലാസ്മിഡും ഉണ്ട്, ന്യൂക്ലിയോയിഡും ഉണ്ട്. ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ DNA ലൂപ്പ് ട്വിസ്റ്റ് ചെയ്ത് ത്രെഡ് ലൈക്ക് മാസ് ആയിട്ടിരിക്കുന്നതിനെ എന്താ പറയുക? ന്യൂക്ലിയോയിഡ്. ചില ബാക്ടീരിയയിൽ എന്തും കൂടെ ഉണ്ട്? പ്ലാസ്മിഡും കൂടെ ഉണ്ട് കേട്ടോ. ഈ പ്ലാസ്മിഡിൻ്റെ പ്രത്യേകത എന്താ? ഈ പ്ലാസ്മിഡ് ചിലപ്പോൾ ബാക്ടീരിയനെ ആൻറ്റിബയോട്ടിക്കിന് റെസിസ്റ്റൻ്റ് ആക്കുന്നു. ഇനി ബാക്ടീരിയയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാ അല്ലേ. ഫ്യൂ മൈക്രോമീറ്റേഴ്സേ ഉള്ളൂ ലെങ്ത്. ഓക്കെ, അപ്പോൾ നമുക്കത് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുള്ളൂ. ഫ്യൂ മൈക്രോമീറ്റേഴ്സേ ഉള്ളൂ. ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ. അപ്പോൾ എത്ര ചെറുതാണെന്നറിയാം അല്ലേ. ഇനി ബാക്ടീരിയയുടെ സെല്ലിൻ്റെ പുറത്ത് 2 കവറിങ് ഉണ്ട്. ഈ ബാക്ടീരിയ സിംഗിൾ സെല്ലാണ് അല്ലേ. അപ്പോൾ ഈ സിംഗിൾ സെല്ലിനെ കവർ ചെയ്യുന്നത് എന്താണ്? 2 പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട്. എന്താണ്? ഒരു ഔട്ടർ സെൽ വാളും പിന്നെ ഒരു ഇന്നർ സെൽ മെംബ്രെയിനും. എന്തൊക്കെയാ ഉള്ളത്? ഒരു ഔട്ടർ സെൽ വാൾ ഉണ്ട്,
ഒരു ഔട്ടർ സെൽ വോൾ ഉണ്ട്, പിന്നെ ഒരു ഇന്നർ സെൽ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ ആണോ? അപ്പം നമ്മൾ ബാക്ടീരിയ സിംഗിൾ സെൽഡ് സ്ട്രക്ചർ, സിമ്പിൾ ഇന്റേണൽ സ്ട്രക്ചർ ഒക്കെ ഉള്ള ഒരു സിംഗിൾ ആൻഡ് സിമ്പിൾ ആണ് നമ്മുടെ പ്രോകാരിയോട്ടിൽപ്പെട്ട ബാക്ടീരിയ. അവിടുത്തെ ജനറ്റിക് സ്ട്രക്ചറും സിമ്പിൾ ആണ്. എന്താണ്? ഒരു സിംഗിൾ DNA ലൂപ്പ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു നൂലിന്റെ കെട്ട് പോലെ ത്രെഡ് ലൈക്ക് മാസ് പോലെ ഇരിക്കും. അതിന്റെ പേരെന്താ? ന്യൂക്ലിയോയിഡ് എന്നാണ്. ചില ബാക്ടീരിയയിൽ ഒരു എക്സ്ട്രാ സെറ്റ് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അതിനെ എന്താ വിളിക്കുന്നത്? നമ്മൾ പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നു. പ്ലാസ്മിഡിന്റെ പ്രത്യേകത എന്താണ്? ഈ പ്ലാസ്മിഡ് കാരണമാണ് ബാക്ടീരിയ ആന്റിബയോട്ടിക്കിന് റെസിസ്റ്റന്റ് ആകുന്നത്. ഈ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് മൈക്രോമീറ്റേഴ്സ് ലെങ്തേ ഉള്ളൂ. അതിന് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റും. അതൊക്കെ നമുക്കറിയാം അല്ലേ? ഇനി നമ്മൾ എന്താണ്? സിംഗിൾ സെൽഡ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. അതിന്റെ കവറിങ്ങിനെ പറ്റിയാണ്. അതിന്റെ കവറിങ് എന്താണ്? ഒരു ഔട്ടർ സെൽ വാളും ഉണ്ട്, പിന്നെ ഒരു ഇന്നർ സെൽ മെംബ്രെയിനും ഉണ്ട്. എന്തുണ്ട്? ഒരു ഔട്ടർ സെൽ വാൾ ഉണ്ട്, പിന്നെ ഉള്ളിൽ ഒരു ഇന്നർ സെൽ മെംബ്രെയിനും ഉണ്ട്. പിന്നെ ചില ബാക്ടീരിയക്ക് എന്താ അറിയോ? വേറൊരു മൂന്നാമതൊരു ലെയറും കൂടെ ഉണ്ടാവേ. അതിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. സം ബാക്ടീരിയയ്ക്ക് ഒരു തേർഡ് ലെയർ, അല്ലാതെ എല്ലാത്തിനും 2 ലെയർ ആണ്. എന്തൊക്കെയാണ്? ഒരു ഔട്ടർ സെൽ വാൾ, നോട്ട് ചെയ്ത് വെക്കണേ, ഇന്നർ സെൽ മെംബ്രെയിൻ. പിന്നെ ചിലർക്ക് ആരാ ഉള്ളത്? ഒരു ക്യാപ്സ്യൂളും കൂടെ ഉണ്ട്. ഒരു തേർഡ് പ്രൊട്ടക്റ്റീവ് ലെയർ, ഔട്ടർ മോസ്റ്റ് തേർഡ് പ്രൊട്ടക്റ്റീവ് ലെയർ കോൾഡ് ക്യാപ്സ്യൂൾ. ഇനി നമ്മുടെ ഈ സെൽ വാളിൽ എന്താ ഉള്ളത്? പെപ്റ്റിഡോഗ്ലൈക്കൻ. സെൽ വാളിൽ എന്താ ഉള്ളത്? പെപ്റ്റിഡോഗ്ലൈക്കൻ. ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് ഈ സെൽ, അത് കാരണമാണ് ഈ ബാക്ടീരിയയുടെ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവില്ല, അതിൻ്റെ പാത്തോജനിസിറ്റി, ഡിസീസ് കോസിങ് പവറിന് കാരണം എന്താണ്? ഈ പെപ്റ്റിഡോഗ്ലൈക്കനും വേറെ കമ്പോണൻസുമാണ്. ഈ സെൽ വാളിലുള്ള കമ്പോണൻസ് ആണ്. ഓക്കെ, അപ്പോൾ സെൽ വാൾ എന്താണ്? സെൽ വാൾ നമ്മുടെ ഈ സെല്ലിനെ തന്നെ പല ടോക്സിക് സബ്സ്റ്റൻസിലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് ആക്ഷൻ. ഇവിടെയാണ് ആൻറ്റിബയോട്ടിക്സ് എല്ലാം ആക്ട് ചെയ്യുന്നത് അല്ലേ? ആൻറ്റിബയോട്ടിക്സ് എല്ലാം ആക്ട് ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ പ്ലാസ്മിഡ് എന്താണ്? ഈ പ്ലാസ്മിഡ് കാരണം ചില ബാക്ടീരിയ ചില ആൻറ്റിബയോട്ടിക്സിന് റെസിസ്റ്റൻ്റ് ആവും എന്നുള്ളത് ഓർത്തോളണേ. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് എല്ലാം വന്ന് ആക്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? നമ്മുടെ ഈ സെൽ വാളിലാണ് ആൻറ്റിബയോട്ടിക് വന്ന് ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട് അല്ലേ? ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സൈറ്റോപ്ലാസം അല്ലേ? സൈറ്റോപ്ലാസത്തിനുള്ളിലാണ് ബാക്കി ഓർഗനലെല്ലാം ഉള്ളത്. അപ്പോൾ ഈ ബാക്ടീരിയൽ, അത് ചില ബാക്ടീരിയയിൽ പുറത്തൊരു ഔട്ടർ ലെയർ ഉണ്ട്. അപ്പോൾ ചിലർക്ക് 3 ലെയർ വരുന്നുണ്ട് അല്ലേ? ചില ബാക്ടീരിയക്ക് 3 ലെയർ. അതിലെന്താണ്? ഒരു ക്യാപ്സ്യൂള്, പിന്നെ ഒരു സെൽ വോള്, പിന്നെ ഒരു സെൽ മെംബ്രെയിൻ ആണല്ലോ. ഈ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ നമ്മുടെ സൈറ്റോപ്ലാസം ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലെയറാണ് ചില ബാക്ടീരിയയ്ക്കുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് വാഷ് ഓഫ് ചെയ്യുകയൊന്നും ഇല്ല കേട്ടോ. ഇനി ചില ബാക്ടീരിയയ്ക്കാണെങ്കിൽ അതിൻ്റെയും പുറത്തൊരു സ്ലൈം ഉണ്ടാവും. സ്ലൈം എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ ക്യാപ്സ്യൂളിൻ്റെയും പുറത്തുള്ള ഒരു അൺഓർഗനൈസ്ഡ് മെറ്റീരിയൽ ആണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് പോകുന്നതാണ്. പക്ഷെ നമ്മുടെ ക്യാപ്സ്യൂൾ പെട്ടെന്നൊന്നും പോകില്ലേ, ഈ സ്ലൈം പെട്ടെന്ന് അങ്ങ് വാഷ് ഔട്ട് ആയി പോകും. അപ്പോൾ സ്ലൈം, അപ്പോൾ ശരിക്കും 2 ലെയറാണ്, സെൽ മെംബ്രെയിനും സെൽ വാളും. ചില ബാക്ടീരിയയിൽ പുറത്തൊരു ക്യാപ്സ്യൂളും കൂടെ ഉണ്ട്. ഈ ക്യാപ്സ്യൂൾ ഇറ്റ് കനോട്ട് ബി ഈസിലി വാഷ്ഡ് ഓഫ് ആണ്, അത് പെട്ടെന്ന് പോകത്തൊന്നുമില്ലേ. അതിൻ്റെയും പുറത്തുള്ള ഈ സ്ലൈം എന്ന് പറയുന്നത് ഒരു അൺഓർഗനൈസ്ഡ് മെറ്റീരിയൽ ആണ്, അത് പെട്ടെന്ന് ചിലപ്പം റിമൂവ് ആയി പോവുക കേട്ടോ. അപ്പോൾ ഈ ക്യാപ്സ്യൂളും സ്ലൈമിലും ഒക്കെ എന്താ ഉള്ളതെന്ന് അറിയാവോ? പോളിസാക്കറൈഡാണ് ഉള്ളത്. എന്താ ഉള്ളത്? പോളിസാക്കറൈഡ്. സ്ലൈമിലും ക്യാപ്സ്യൂളിലും എല്ലാം എന്താ ഉള്ളത്? പോളിസാക്കറൈഡ് ആണ്. സെൽ വാളിൽ എന്താ ഉള്ളത്? സെൽ വാളിൽ നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. പെപ്റ്റിഡോഗ്ലൈക്കനും വേറെ കുറേ കോമ്പോണൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഈ സെൽ, ഇത് കാരണം, ആ കമ്പോണൻസ് ഒക്കെ കാരണമാണ് ഈ ബാക്ടീരിയയുടെ പെത്തോജെനിസിറ്റി. ജനറ്റിക് മെറ്റീരിയൽ പറഞ്ഞു നോക്കിയേ. സിംഗിൾ ലോബ് DNA ട്വിസ്റ്റഡ് ടുഗദർ ഇൻ എ ത്രെഡ് ലൈക്ക് മാസ് കോൾഡ് ന്യൂക്ലിയോയിഡ്. ചിലതിന് ഒരു പ്ലാസ്മിഡും കൂടെ ഉണ്ട് അല്ലേ? ഒരു എക്സ്ട്രാ സെറ്റ് ജനറ്റിക് മെറ്റീരിയലും കൂടെ ഉണ്ട്. ന്യൂക്ലിയോയിഡ്, പ്ലാസ്മിഡ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഔട്ടർ കവറിങ് പറഞ്ഞു. അപ്പം മിക്കതിനും 2ആണ്, സെൽ വാളും സെൽ മെംബ്രെയിനും. ഈ സെൽ വാളിൽ പെപ്റ്റിഡോഗ്ലൈക്കനും വേറെ കുറേ കമ്പോണൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ
ഇനി സ്റ്റെയിനിങ് ഒക്കെ പഠിക്കും. ഈ സെൽ വാളിന്റെ പ്രത്യേകത വെച്ചാണ് നമ്മൾ ഈ ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ പല തരത്തിലെ മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. ഈ സെൽ വാളിൽ ചിലയിടത്ത് പെപ്റ്റിഡോഗ്ലൈക്കൻ ആയിരിക്കും, ചിലർക്ക് പോളിസാക്കറൈഡുകളായിരിക്കും. അപ്പോൾ ഈ സെൽ വാളിൽ എന്താണോ കെമിക്കൽ കോമ്പോസിഷൻ, ഇതിന്റെ പ്രത്യേകത അനുസരിച്ചാണ് നമ്മൾ സ്റ്റെയിനിങ് വഴി ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പല തരത്തിലുള്ള സ്റ്റെയിനിങ് നമ്മൾ പഠിക്കും. ഇനി ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറിൽ സെൽ വാളിന്റെ പ്രത്യേകതകൾ, അപ്പോൾ സെൽ വാൾ ഓരോന്നിലും ചില ബാക്ടീരിയയുടെ സെൽ വാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ടാവും, പിന്നെ നമ്മുടെ ടെക്കോയിക് ആസിഡ് ഉണ്ടാവും, പിന്നെ ചിലതിലും മ്യൂക്കോപോളിസാക്കറൈഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം ഓരോന്നിലും വ്യത്യാസപ്പെടും. അതിനനുസരിച്ച് നമ്മൾ ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കും. അതുകൂടാതെ സെൽ വാളിലെ കമ്പോണൻസിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് പഠിച്ചു? ഇപ്പം പെത്തോജനിസിറ്റി, ഈ ഡിസീസ് കോസിംഗ് പവറും അത് കാരണമാണെന്ന് പഠിച്ചു. സെൽ മെംബ്രെയിൻ ഉണ്ട് ഉള്ളിൽ, അതിനുള്ളിൽ നമ്മുടെ സൈറ്റോപ്ലാസം ഉണ്ട്. ഇനി ചിലർക്ക് പുറമേ ഒരു ഔട്ടർ കവറിംഗ്, തേർഡ് ഔട്ടർ കവറിംഗ് ക്യാപ്സ്യൂൾ ഉണ്ട്. ഇറ്റ് കനോട്ട് ബി ഈസിലി വാഷ്ഡ് ഓഫ്. അതിന്റെ പുറത്ത് ഒരു അൺഓർഗനൈസ്ഡ് മെറ്റീരിയൽ, നമ്മുടെ സ്ലൈം, ഇപ്പം നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലേ, കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഈ സ്ലൈം എന്ന് പറയുന്നത്. ഒരു ഇങ്ങനെ ഒഴുകുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ, ഒഴുകുന്ന നല്ല ഒരു വിസ്കസ് പോലത്തെ. അപ്പോൾ അതുപോലത്തെ ഇപ്പം സ്ലൈമും ഇതുപോലെ പക്ഷെ വാഷ് ഓഫ് ചെയ്യാൻ പറ്റും. സ്ലൈമും ക്യാപ്സ്യൂളും എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പോളിസാക്കറൈഡ്സ്. ക്ലിയർ ആണല്ലോ. ഈ ക്യാപ്സ്യൂളിന്റെ ഫംഗ്ഷൻ എന്താണ്? ചില ബാക്ടീരിയയിൽ ക്യാപ്സ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതിന്റെ ഫംഗ്ഷൻ എന്താണ്? അത് ബാക്ടീരിയയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ആൻറ്റിജനിക് ആണ്, അതുപോലെ ബാക്ടീരിയയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. പുറത്തുള്ള ലെയർ അല്ലേ, പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് നല്ല രീതിയിൽ ഈ ബാക്ടീരിയയുടെ ഡയഗ്നോസിസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ചില ബാക്ടീരിയയുടെ സർഫസിൽ നിന്ന് എന്താവും? ഫ്ലജല്ല ഉണ്ടാവും, ചെറിയ ഫിംബ്രിയ ഉണ്ടാവും. ചില ബാക്ടീരിയയ്ക്ക് ഫ്ലജല്ല ഉണ്ടാവും, അല്ലെങ്കിൽ പൈലി ഓർ ഫ്ലജല്ല, അല്ലെങ്കിൽ ചെറിയ ഫിംബ്രിലയൊക്കെ ഉണ്ടാവും എക്സ്റ്റൻഷൻസിന്. ഈ ഫ്ലജല്ല എന്ന് പറയുന്നത് അത് മൂവ് ചെയ്യാനായിട്ട്, അത് മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്ടീരിയയുടെ മോട്ടിലിറ്റി അതിന് സഹായിക്കുന്ന ഓർഗനാണ് ഈ ഫ്ലജല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലജല്ല, ഇനി അതുപോലെ വേറെ ഒന്നുണ്ട്, ഫ്ലജല്ല ഉണ്ട്. ഇനി പൈലി ഓർ ഫ്ലജല്ല എന്തിനാ സഹായിക്കുന്നത്? മൂവ്മെന്റിന്. ഇനി പിലി ഓർ ഫിംബ്രി എന്തിനാ സഹായിക്കുന്നത്? എവിടെയെങ്കിലും പോയി ഇങ്ങനെ അധേർ ചെയ്തിരിക്കാൻ, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാനൊക്കെ ഇല്ലേ, അറ്റാച്ച് ചെയ്യാനും അധഷനൊക്കെ. അപ്പോൾ ഫ്ലജല്ല സഹായിക്കുന്നത് എന്തിനാണ്? മോട്ടിലിറ്റി, മൂവ്മെന്റിന് സഹായിക്കുന്നു. ഇതെന്തിനാ സഹായിക്കുന്നത്? അധഷൻ ഓർ അറ്റാച്ച്മെന്റിന് സഹായിക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ മിക്ക മോട്ടൈലായിട്ടുള്ള ബാക്ടീരിയയും ഫ്ലജല്ല വെച്ച് ഇങ്ങനെ അനങ്ങിയായിരിക്കും. ഫ്ലജല്ല വെച്ചാണ് അതിങ്ങനെ സ്വിം ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ബാക്ടീരിയയുടെ എക്സ്ട്രാ അപ്പൻഡേജസ് ആണ് ഫ്ലജല്ലയും പിലി ഓർ ഫിംബ്രി. നമ്മൾ ഇതെല്ലാം +2 പഠിച്ചല്ലേ, +1 +2 നമ്മൾ ബാക്ടീരിയൻ്റെയൊക്കെ എല്ലാ കിങ്ഡത്തിനെയും പഠിച്ചു, ബാക്ടീരിയയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല നമുക്ക് പഠിക്കാൻ. ഇപ്പം ഫ്ലജലയും പിലിയും, ഫ്ലജല മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നു, ഫിംബ്രി അല്ലെങ്കിൽ പിലി എന്താണ്? അധഷൻ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റിനാണ് സഹായിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ഇനി ഫ്ലജലേനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവും. പല ബാക്ടീരിയയിലും പല തരത്തിലായിരിക്കും ഈ വ്യത്യാസമുള്ളത്. ഇനി നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലൊക്കെ എന്താണ്? ചെറിയ ഫ്ലജലേനേക്കാളും ചെറിയ അപ്പൻഡേജസ്, അതാണ് ഫിംബ്രിയ. അത് മോട്ടിലിറ്റിക്ക് അല്ല സഹായിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഫ്ലജല്ല മോട്ടിലിറ്റിക്കും, ഫിംബ്രിയ കണ്ടോ, കുഞ്ഞു സാധനങ്ങൾ. ഇതാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു ഫിംബ്രിയ ഉണ്ടാവും. ഈ ഫിംബ്രിയ എവിടെയെങ്കിലും പോയി ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കും. ഈ ഫ്ലജല്ല മോട്ടിലിറ്റിക്ക്, അത് മൂവ് ചെയ്യാൻ സഹായിക്കും. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ നമ്മൾ ഇനി സ്റ്റെയിനിങ് പഠിക്കും. ഗ്രാം പോസിറ്റീവും ഉണ്ട്, ഗ്രാം നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡിൽ എന്ന് പറഞ്ഞാൽ ആ ബാക്ടീരിയനെ കാണാൻ വേണ്ടി നമ്മൾ സ്റ്റെയിൻ ഉപയോഗിക്കും. അപ്പോൾ ആ സ്റ്റെയിനിൻ്റെ കളറ് റീറ്റെയിൻ ചെയ്യുന്നതിന് പോസിറ്റീവ് എന്നും, ഇനി ആ സ്റ്റെയിൻ്റെ കളറ് കാണിക്കില്ല, പക്ഷേ വേറൊരു കൗണ്ടർ സ്റ്റെയിൻ്റെ കളറ് കാണിക്കുന്നതിന് ഗ്രാം നെഗറ്റീവ്. നമ്മളത് സ്റ്റെയിനിങ്ങിൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ അത് വറി ചെയ്യേണ്ട, ജസ്റ്റ് പഠിച്ചേക്കൂ. ബാക്ടീരിയയിൽ ഇങ്ങനെ ഫിംബ്രിയയും ഫ്ലജലയും ഒക്കെ ഉണ്ട്. ഗ്രാം നെഗറ്റീവിൽ ഫ്ലജല്ലേനേക്കാളും ചെറിയ ഫിംബ്രിയാണ് ഉണ്ടാവുന്നത്. അത് മൂവ്മെൻറ്റിനല്ല സഹായിക്കുന്നത്. എന്തിനാണ് സഹായിക്കുന്നത്? അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അധഷനാണ് സഹായിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു ബാക്ടീരിയയിൽ ന്യൂക്ലിയസും ഇല്ല, അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഇല്ല. ഇമ്പോർട്ടൻ്റ് ആണ്, നോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. ബാക്ടീരിയയിൽ ആരില്ല? ഉള്ളിൽ നിറയെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നുമില്ല. ഓക്കെ,
പിന്നെ ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഈ നമ്മുടെ യൂക്കാരിയോട്ടിക് സെല്ലിൽ എല്ലാ മെംബ്രെയിൻ ബോണ്ട് ഓർഗനലും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ മെംബ്രെയിൻ ബോണ്ട് ഓർഗനലൊന്നും ഇല്ല. പക്ഷേ യൂക്കാരിയോട്ടിക് സെല്ലുകളിൽ ഉള്ളതുപോലെ ബാക്ടീരിയയിൽ എന്തുണ്ട്? റൈബോസോംസ് ഉണ്ട്. ഈ റൈബോസോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ഫെരിക്കൽ സെൽസ് ആണ്. ഇത് എന്തുണ്ടാക്കും? പ്രോട്ടീനുകൾ ഉണ്ടാക്കും. അപ്പം റൈബോസോം ഉണ്ടെന്ന് ആലോചിക്കുക. പിന്നെ അപ്പോൾ എന്താണ്? നമ്മുടെ ഇതിൽ ന്യൂക്ലിയസും ഇല്ല. നോ ന്യൂക്ലിയസ് ആൻഡ് നോ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാക്ടീരിയയിൽ ന്യൂക്ലിയസ് ഇല്ല, മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽ ഇല്ല, പക്ഷെ എന്തുണ്ട്? റൈബോസോം ഉണ്ട്. കണ്ടോ, ഇതിൽ റൗണ്ട് സർക്കുലാർ ആയിരിക്കുവേ. അവരെന്താ ചെയ്യുക? പ്രോട്ടീൻ സിന്തസിസ് ആണ് അവരുടെ ഫങ്ഷൻ. ഓക്കെ ആണോ? പ്രോട്ടീൻ സിന്തസിസ് ആണ് അവരുടെ ഫംഗ്ഷൻ. അപ്പോൾ ബാക്ടീരിയയിൽ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് ഇല്ല, പക്ഷെ റൈബോസോംസ് ഉണ്ട്. റൈബോസോംസ് സ്ഫെരിക്കൽ ഷേപ്പിൽ പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നു. ഇനി ചില ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് ഇല്ലേ കുറച്ച് സ്പോർ ഉണ്ട്. എന്താണെന്ന് അറിയോ? അതിനെയാണ് എൻഡോസ്പോർ. ചില സ്പെഷ്യൽ ആയിട്ടുള്ള റെസിസ്റ്റൻറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട്. അതിനെയാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. ചില ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ എന്തുണ്ട്? എൻഡോസ്പോർ ഉണ്ടാക്കുവേ. അത് നല്ല റെസിസ്റ്റൻ്റ് ആണ്, ഡോർമെൻ്റ് ആണ്. അതിൻ്റെ പേരെന്താണ്? എൻഡോസ്പോർ. അപ്പോൾ എൻഡോസ്പോർ എവിടെയാണ് ഉള്ളത്? ചില ബാക്ടീരിയയിൽ നമ്മുടെ ബാസിലസ്, ക്ലോസ്ട്രീഡിയം ഇങ്ങനെയുള്ള ചില ബാക്ടീരിയയുടെ ഉള്ളിലാണ് ഈ എൻഡോസ്പോർ ഉണ്ടാവുന്നത്. ഈ എൻഡോസ്പോറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് വന്നാലോ, UV റേഡിയേഷൻ, ഗാമ റേഡിയേഷൻ, കെമിക്കൽ ഡിസിൻഫെക്റ്റൻ്റ് വഴി ഒന്നും ചില ബാക്ടീരിയയ്ക്കാണ് ഈ എൻഡോസ്പോർ ഉണ്ടാക്കാനുള്ള ശക്തിയുള്ളത്. അപ്പോൾ ഈ ബാക്ടീരിയ സ്പോറുകൾ നമ്മളിനി ഫുഡ് പോയ്സണിങ് ഒക്കെ പഠിക്കുമ്പോൾ പറയും ചില ബാക്ടീരിയയ്ക്ക് ടോക്സിനുകൾ ഉണ്ടാക്കാനും സ്പോർ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള. അപ്പോൾ ഇങ്ങനെ ഈ എൻഡോസ്പോർ എന്ന് പറയുന്നത് സെല്ലിനുള്ളിൽ ഉള്ളിലുണ്ടാവും. അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ബാസിലസും ക്ലോസ്ട്രീഡിയയ്ക്കൊക്കെയാണ്. അപ്പോൾ ഈ സ്പോറുകൾ നശിക്കില്ല ചൂടാക്കിയാലോ, ഗാമ UV റേഡിയേഷനോ ഡിസിൻഫെക്റ്റൻ്റോ ഒന്നും നശിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഈ സ്പോർ ഉണ്ടാക്കാൻ ശേഷിയുള്ള ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആണെന്ന് പറയാം. എക്സാമ്പിൾ നമ്മുടെ ക്ലോസ്ട്രീഡിയം ടെറ്റനി, അതുപോലെ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. നമ്മൾ ഫുഡ് പോയ്സണിങ് ഒക്കെ പഠിക്കും ബോട്ടുലിസം എന്നല്ലേ. അത് ഈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ബാക്ടീരിയ ടോക്സിൻ ഉണ്ടാക്കും, ഈ സ്പോറുകൾ ഉണ്ടാവും. ഈ സ്പോർ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ വന്നു, അതുപോലെ നമ്മളുടെ ഉള്ളിലെത്തി. ഈ സ്പോർ നശിക്കില്ല. ചൂടാക്കിയ ഭക്ഷണം ചൂടാക്കുമ്പോഴും ഡിസിൻഫെക്റ്റൻസ് ആഡ് ചെയ്താലോ എന്ത് മെത്തേഡിൽ ഇത് നശിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലെത്തി. ഈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ന്യൂറോളജിക്കൽ ഇഫക്റ്റാണ് ഉണ്ടാവുന്നത്. മരണം വരെ സംഭവിക്കാൻ പറ്റും ഈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ഉണ്ടാക്കുന്ന ബോട്ടുലിസം എന്ന് പറയുന്ന അസുഖത്തിൽ നിന്ന്. അപ്പം നമ്മൾ എൻഡോസ്പോറിനെ പറ്റി പറഞ്ഞു അല്ലേ. ഇനി കൂടാതെ കുറേ ഇൻക്ലൂഷൻ ബോഡീസ് ഒക്കെ ഉണ്ട് ഈ സൈറ്റോപ്ലാസത്തിൽ. കുറേ ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്, ഗ്രാന്യൂൾസ് ഉണ്ട്, ഒക്കെ നമ്മുടെ സൈറ്റോപ്ലാസത്തിലുണ്ട്. അപ്പം നമ്മൾ ന്യൂക്ലിയസ് ഇല്ല, മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് ഇല്ല, എന്താ ഉള്ളത്? റൈബോസോം ഉണ്ടെന്ന് പറഞ്ഞു, പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ചില ബാക്ടീരിയ എൻഡോസ്പോർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. എക്സാമ്പിൾ രണ്ടുപേരെ നമ്മൾ പറഞ്ഞു, ക്ലോസ്ട്രീഡിയം ബോട്ടുലിനവും ക്ലോസ്ട്രീഡിയം ടെറ്റനയും. ഇനി ഇതിനുള്ളിൽ കുറേ ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്, കുറച്ച് ഗ്രാന്യൂൾസ് ഉണ്ട്. ഓർഗാനിക്കിനുള്ള സാധനങ്ങളും ഇനോർഗാനിക് ഒക്കെ അടങ്ങിയ ഗ്രാന്യൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സ്റ്റോറേജ് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എന്താ സ്റ്റോർ ചെയ്യണേന്നറിയോ? ഈ ഫോസ്ഫേറ്റിനെ ചില സ്റ്റോർ ചെയ്യും. എങ്ങനെയായിട്ട്? പോളിഫോസ്ഫേറ്റ് ഗ്രാന്യൂളായിട്ട് അല്ലെങ്കിൽ വൊല്യൂട്ടിൻ ഗ്രാന്യൂളായിട്ട്. എന്തായിട്ട്? പോളിഫോസ്ഫേറ്റ് അല്ലെങ്കിൽ വൊല്യൂട്ടിൻ ഗ്രാന്യൂൾസ്. പോളിഫോസ്ഫേറ്റ് ഗ്രാന്യൂള് അല്ലെങ്കിൽ വൊല്യൂട്ടിൻ ഗ്രാന്യൂൾ എന്താ സ്റ്റോർ ചെയ്യണത്? ഫോസ്ഫേറ്റ് സ്റ്റോർ ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഈ ബാക്ടീരിയയിൽ കൂടാതെ കുറേ ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്, പിന്നെ ഗ്രാന്യൂളുകളുണ്ട്. ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്, ഗ്രാന്യൂൾ കണ്ടോ, കുറേ ഗ്രാന്യൂളുണ്ട്. ഈ ഗ്രാന്യൂളുകൾ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാനാണ് സഹായിക്കുന്നത്. എക്സാമ്പിൾ നമ്മുടെ ഫോസ്ഫേറ്റ് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ഗ്രാന്യൂളുകളാണ് ആരാ? പോളിഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ വൊല്യൂട്ടിൻ ഗ്രാന്യൂൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചറിൽ എന്തെല്ലാം പഠിച്ചു? നമ്മുടെ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പ്രോകാരിയോട്ടിൽ പെടുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. നമുക്കൊന്ന് ഓടിച്ചു നോക്കാമോ?
ഓക്കെ, ഇപ്പോൾ പ്രോകാരിയോട്ടിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സിമ്പിൾ ആണ് അല്ലേ, സിംഗിൾ സെല്ല്, സിമ്പിൾ ഇന്റേണൽ സ്ട്രക്ചർ ആണ്. അതിൽ എന്താ ഉള്ളത്? നോ ന്യൂക്ലിയസ്, നോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്, റൈബോസോം ഇസ് ദ സർക്കുലർ ബോഡി, സ്ഫെരിക്കൽ അല്ലേ, ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ഡിവിഷൻ എങ്ങനെയാ? ബൈനറി ഫിഷൻ വഴിയാണ്. പിന്നെ അവിടെ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? ഒരു സിംഗിൾ DNA ലൂപ്പ് ട്വിസ്റ്റഡ് ലൈക്ക് ഒരു ത്രെഡ് ലൈക്ക് മാസ്, അതിനെ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നു. ചിലരിൽ ആരും കൂടെ ഉണ്ട്, പ്ലാസ്മിഡ് ഉണ്ട്, അതൊരു എക്സ്ട്രാ ജനറ്റിക്കൽ മെറ്റീരിയൽ ആണ്. എത്രയുണ്ട്? ഒരു ഫ്യൂ മൈക്രോമീറ്റേഴ്സേ ഉണ്ടാവുള്ളൂ. 2 ലെയറാണ് ഒരുവിധം എല്ലാത്തിലും, ഔട്ടർ സെൽ വാളും ഇന്നർ സെൽ മെംബ്രെയിനും. ചിലതിൽ മാത്രം ഒരു ഔട്ടർ പ്രൊട്ടക്ഷന് വേണ്ടി ക്യാപ്സ്യൂൾ ഉണ്ടായിരിക്കും. സെൽ വാളിൽ പെപ്റ്റിഡോഗ്ലൈക്കനും ബാക്കി വേറെ എന്തെങ്കിലും കമ്പോണൻസുമാണ്. അവരാണ് പെത്തോജെനിസിറ്റിക്ക് കാരണം. ഇവർ കാരണം തന്നെയാണ് നമ്മൾ സ്റ്റെയിനിങ് നടത്തുന്നതും അല്ലേ. പിന്നെ എന്താണ്? ഈ സെൽ വാൾ തന്നെയാണ് നമ്മളെ സെല്ലിനെ ടോക്സിക് സബ്സ്റ്റൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും. അവിടെയാണ് ആൻറ്റിബയോട്ടിക് ആക്ട് ചെയ്യുന്നതും. പിന്നെ നമ്മൾ പറഞ്ഞു പ്ലാസ്മിഡ് കാരണം ചില ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്കിന് സെൻസിറ്റീവ് ആവുമെന്ന് പറഞ്ഞു. പിന്നെ എന്താ? സെൽ മെംബ്രെയിൻ, സെൽ വാൾ, ക്യാപ്സ്യൂള്. ചിലതിൽ എന്തും കൂടെ ഉണ്ട്? സ്ലൈം ഉണ്ട്. സ്ലൈം ക്യാൻ ബി ഈസിലി വാഷ്ഡ് ഓഫ്, ക്യാപ്സ്യൂൾ കനോട്ട് ബി ഈസിലി വാഷ്ഡ് ഓഫ്. ഈ സ്ലൈമും ക്യാപ്സ്യൂളും എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പോളിസാക്കറൈഡ് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇതിൻ്റെ വേറെ അപ്പൻഡേജസ് അല്ലേ, ഫ്ലജലയും പിലി ഓർ ഫിംബ്രിയയും. ഫ്ലജല മോട്ടിലിറ്റിക്കും പിലി ഓർ ഫിംബ്രിയ എന്ന് പറയുന്നത് എന്തിനാണ്? അധഷൻ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ്, എവിടെയെങ്കിലും പോയി ഒട്ടിയിരിക്കാനും മറ്റേ അള്ളിപ്പിടിച്ചിരിക്കില്ലേ, മറ്റത് മൂവ്മെന്റിന് ഫ്ലജല സഹായിക്കുന്നു. ഓക്കെ ആണോ? പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? അതെ, ചില ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണ് ഈ ഫിംബ്രിയ ഉള്ളതെന്ന് പറഞ്ഞു. ചില ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയെ എന്തുണ്ടാക്കും? എൻഡോസ്പോർ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എൻഡോസ്പോർ ഉണ്ടാക്കുന്നതിന് എക്സാമ്പിൾ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനും ക്ലോസ്ട്രീഡിയം ടെറ്റനയുമാണ്. ഇനി നമ്മൾ വേറെ കുറച്ച് ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്, ചില ഗ്രാന്യൂൾസ് ഉണ്ട്, അതൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. എക്സാമ്പിൾ നമ്മുടെ പോളിഫോസ്ഫേറ്റ് ഗ്രാന്യൂളും ബൊല്യൂട്ടിൻ ഗ്രാന്യൂളും അവരെന്താ സ്റ്റോർ ചെയ്യുന്നത്? ഫോസ്ഫേറ്റ് സ്റ്റോർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാ. നമ്മൾ സ്ട്രക്ചർ പഠിച്ചു, അടുത്ത നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ പോവാം. അപ്പോൾ ഇതിൻ്റെ മോർഫോളജിയുടെ ബേസിസിൽ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? ഒന്ന് കോക്കൈ ഉണ്ട്, പിന്നെ കോക്കൈ, ബാസിലൈ, വിബ്രിയോ, ആക്ടിനോമൈസസ്, സ്പൈറോകീറ്റ്സ് ആൻഡ് മൈക്കോപ്ലാസ്മ. ഓക്കെ, അപ്പം നമ്മൾ മോർഫോളജിയുടെ ബേസിസിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. മോർഫോളജിയുടെ ബേസിസിൽ 6ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തത് കോക്കൈ. കോക്കൈ എന്താ നോക്കിയേ? കോക്കൈ എന്ന് പറഞ്ഞാൽ സ്ഫെരിക്കൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലിരിക്കുവേ. അതിൻ്റെ അറേഞ്ച്മെന്റ് അനുസരിച്ച് അതിന് പല തരത്തിലുണ്ട്. ഒന്നായിട്ടിരിക്കണമെങ്കിൽ മോണോകോക്കൈ, മോണോകോക്കസ്, ഒന്നായി ഒരു സിംഗിൾ ഉണ്ടോ? മോണോകോക്കൈ ഉണ്ടോ? ഇനി എന്താണ്? ഇനി ഡിപ്ലോകോക്കൈ എന്ന് വെച്ചാൽ 2 ആയിട്ടിരിക്കുക, പെയറായിട്ടിരിക്കുക. അതിന് എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ, സ്റ്റഫൈലോകോക്കസ്. സ്റ്റഫൈലോകോക്കസിലാണ് എങ്ങനെ ഇരിക്കുന്നത്? സ്റ്റഫൈലോകോക്കസിൽ ഗ്രേപ്സ് പോലെ ഇരിക്കും. ഇനി സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഉണ്ട്, അതിന് എക്സാമ്പിളെ. ഇനി സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയുന്നത് ചെയിൻ ആയിട്ടായിരിക്കുക. ഓക്കെ, ചെയിൻ ആയിട്ടായിരിക്കുക. അതിന് എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഡിപ്ലോകോക്കൈ എന്ന് പറയുന്നത് എന്താണ്? കോക്കൈ പെയർ ആയിട്ട് ഡിപ്ലോകോക്കൈയിൽ കാണുക. അപ്പോൾ അതിൽ തന്നെ ഡിപ്ലോകോക്കൈ എന്ന് വെച്ചാൽ പെയർ ആയിട്ടാണ് കാണുക. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്താണ്? ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ ഉണ്ട്. ഇനി സ്റ്റഫൈലോകോക്കൈ എങ്ങനെയായിരിക്കുന്നത്? ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റർ ആയിട്ടായിരിക്കുന്നത്. എക്സാമ്പിൾ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. ഇനി സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറഞ്ഞാൽ ചെയിൻ ആയിട്ടായിരിക്കുക. അതിന് എക്സാമ്പിൾ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. ഇനി ടെട്രാഡ് എന്ന് പറഞ്ഞാൽ കോക്കൈ 4 ഗ്രൂപ്പിലായിരിക്കും. എക്സാമ്പിൾ മൈക്രോകോക്കസ് സ്പീഷീസിൽപ്പെട്ട സാർസിന. അതിൽ കണ്ടോ, ടെട്രാഡ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ 4. ഇപ്പോൾ ഒരു 8 ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഏതാ വരുന്നത്? സാർസിന എന്ന് പറയുന്നത്. അപ്പോൾ കോക്കൈ നമ്മൾ പറഞ്ഞു അല്ലേ, കോക്കൈ പറഞ്ഞു. അതിൽ തന്നെ മോണോകോക്കൈ ഉണ്ട്, കോക്കൈ ഇൻ സിംഗിൾസ്, അതിൽ മോണോകോക്കസ് സ്പീഷീസ്. ഡിപ്ലോകോക്കൈ ഉണ്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയർ ആയിട്ടിരിക്കുക. അതിന് എക്സാമ്പിൾ ആണ് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ. ഇനി ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്ററിൽ ഇരിക്കുന്നത് ഏതാണ്? മുന്തിരിക്കൊല പോലെ സ്റ്റഫൈലോകോക്കയാണ്. അതിൽ എക്സാമ്പിൾ സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. പിന്നെ ചെയിൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്, അതാണ് നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ്. ഓക്കെ, അതിൽ ചെയിൻ ആയിട്ടായിരിക്കുക. ഇനി 4 ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്, ഇനി 8 ഉള്ള ഗ്രൂപ്പുണ്ട്. ഏതാണ്? 4 ഉള്ള ഗ്രൂപ്പിൽ നമ്മുടെ മൈക്രോകോക്കസ് സ്പീഷീസും പിന്നെ 8 ഉള്ളതിൽ ഏതാ വരുന്നത്? സാർസിന എന്ന് പറയുന്നത് 8 ഉള്ള ഗ്രൂപ്പിൽ വരുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്